യൂത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുടെ സക്സസ് മീറ്റ് കണ്ടിരുന്നു. ഒരുപാട് പിള്ളേർ സംസാരിച്ചു. അതിലൊരാൾ വന്ന് സംസാരിക്കുമ്പോൾ അവന് സന്തോഷവും വരുന്നു, സങ്കടവും വരുന്നു. ഞാൻ സിനിമയിൽ നന്നാവില്ല, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടൂല, എൻ്റെ അച്ഛൻ നീ എന്തിനാണ് വെറുതെ പോകുന്നത്, നിന്നെ കളിയാക്കാനാണ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇയാൾക്ക് സിനിമയിൽ ചാൻസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര ഇമോഷണലായി പോകുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു മൊമെൻ്റേ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സിനിമ വന്നതിന് ശേഷം സിനിമയിലുണ്ടെന്ന് അറിയുന്ന കാലത്ത് സിനിമ അഭിനയം തുടങ്ങിയവർ. ആ എക്സൈറ്റ്മെൻറ്റ്, ആ ആർത്തി, ആ ആഗ്രഹം, ആ ചെറുക്കനുണ്ട് എത്രത്തോളം ആഗ്രഹമുണ്ടോ അതിപ്പോഴും എനിക്കുണ്ട്. ദുൽഖർ മമ്മൂക്കനെ പറ്റിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു. മമ്മൂക്കയുടെ പറ്റിച്ചിട്ട് അവിടെ പോകാൻ മമ്മൂക്ക പറഞ്ഞതുകൊണ്ട് മലയാളിയുടെ പദസമ്പത്തിൽ കയറിയിട്ട് അവർ ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. സെൻസിറ്റിവിറ്റി, സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ ക്വയറ്റ് ബിക്കമിങ് ആൻ ഓഫീസർ, ബ്ലഡി റൊമാൻറ്റിക് ഒക്കെ. അപ്പോൾ പാട്രിയോട്ട് ഇറങ്ങിയതിനു ശേഷം ആളുകൾ സോഷ്യൽ ഇവാലുവേറ്ററിനെ പറ്റിയിട്ടും പെരിസ്കോപ്പിനെ പറ്റിയിട്ടും സോഷ്യൽ സ്കോറിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കുന്നു, അറിയാൻ ആഗ്രഹിക്കുന്നു. പാട്രിയോട്ട് കണ്ടാലും അവർക്കുള്ളൊരു ടേക്ക് അവേ ആസ് എൻ ഇൻഫർമേഷൻ സോഷ്യൽ സ്കോറും സോഷ്യൽ ഇവാലുവേറ്ററും പെരിസ്കോപ്പും ഒക്കെ ആയിരിക്കും. അതെ, ഒന്ന് വിപുലീ വിശദീകരിക്കാൻ ആണ് സിനിമ. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞാൽ പെരിസ്കോപ്പ് ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഷ്യൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞ ഒരു ഇത് വന്നു. സോഷ്യൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇവാലുവേഷൻ. പിന്നെ ഇതൊരു അവയർനെസ് സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ ഈ ടെക്നോളജിയുടെ ആധിക്യമോ അല്ലെങ്കിൽ അവരുടെ ഒരു അപ്രമാദിത്യം കൊണ്ടോ ഒക്കെ നമ്മൾ സാധാരണക്കാർ വിട്ടുപോകുന്ന ഒരുപാട് അപകടങ്ങളുണ്ട്. പലതും നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചാണ്. പലതും നമുക്ക് നമ്മളെ കൊടുക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സിനിമയുടെ കുറേ ഭാഗങ്ങൾ. പക്ഷെ അതിലേക്കുള്ള ശ്രമങ്ങളും എന്ത് കാര്യത്തിലിറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ എതിർപ്പുണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും അതും അതിൻ്റെ ഭാഗമാകും. അങ്ങനെയാണതൊരു സിനിമയാണ്. എന്ത് കാര്യത്തിലിറങ്ങിയാലും ഒരു എതിർപ്പുണ്ടാവും. ആ എതിർപ്പിനെ തരണം ചെയ്തുകൊണ്ടുള്ള യാത്രയാണ് സിനിമ. അതിന് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങൾ ആരുമില്ലാതെ ഈ സിനിമ മുമ്പോട്ട് പോവുകയോ പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് ഇത്രയും ഈ കാണുന്നവരെക്കാൾ അത്രയും കൂടെ നമ്മൾ കാണാത്തവരുണ്ട്, എവിടെയില്ലാത്തവരുണ്ട്. അതാണ് സിനിമയുടെ ഒരു ആമുഖം. അതിനപ്പുറത്തേക്ക് സിനിമ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും. സ്പോയിലർ ആകാതെ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കാൻ പറ്റിയാൽ വളരെ സന്തോഷം. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ ഇത് കണ്ടു കേട്ട് ഇവിടെ നിന്ന് പിരിയാം. ഏറ്റവും കൂടുതൽ മലയാളികൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓരോ സിനിമ ഇറങ്ങുന്ന സമയത്തും പറയാറുണ്ട് മമ്മൂക്ക എല്ലാവരും ഒരുമിക്കുന്ന ഒരു ചിത്രം എന്ന് വരും, അതിന്റെ റിസൾട്ടാണ് ഈ ഒന്നിന് വരാൻ പോകുന്നത്. എത്രത്തോളം എക്സൈറ്റഡ് ആണ് ഒരു സ്ക്രീനിൽ വീണ്ടും ഒരേപോലെ പ്രേക്ഷകർ കാണുന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അത് നമ്മൾ ഈ പല ഭാഷകളിൽ നിന്നും മാസ് സിനിമകളിലൂടെ വന്നിറങ്ങാറുണ്ട്. നമ്മളത് കൈയടിച്ച് സ്വീകരിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു മാസ് സിനിമ നമ്മളാരെങ്കിലും അഭിനയിച്ചാൽ നിങ്ങൾ അത്ര കൈയടിച്ച് സ്വീകരിക്കാനില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങളിൽ നിങ്ങൾ അതല്ല പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് മറ്റേ പടത്തിൽ വന്നവർക്ക് ഡീം ടൂം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഇടി ഇടിച്ച അവസരം കെട്ടിപ്പിടിച്ച് മൂന്നാമതൊരാളെ ഇടിക്കുന്ന കഥയല്ല ഇത്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. അതിന് ഈ നിങ്ങൾ പറയുന്ന സ്റ്റാർഡം മറ്റേ കമേഴ്ഷ്യൽ വാല്യൂ ഒക്കെ ഉള്ളവർ തന്നെയാണ്. അത് നിങ്ങളുണ്ടാക്കി തന്നതാണ്. പ്രേക്ഷകരാണ് ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാനും അഭിനയിക്കാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങൾ വളർത്തിയെടുത്തു എന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന കാലം പോയിട്ടു. നിങ്ങൾ വളർന്നത് കൊണ്ടാണ് ഞങ്ങൾ വളർന്നത്. ഇതേതരം സിനിമകൾ പ്രേക്ഷകൻ കാണാൻ മാത്രം വളർന്നിരിക്കുക എന്നുള്ള ധൈര്യത്തിലാണ് ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ നീ ആവരുത് ഞാനാവരുത് എന്നൊക്കെ പറഞ്ഞു വരാം. അങ്ങനെയൊന്നും വരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ ഞങ്ങളെ ഇത് മുമ്പ് കണ്ടിട്ടില്ലാത്ത കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത്. മലയാള പ്രേക്ഷകർക്ക് അധികം പരിചയമില്ലാത്ത കഥാപാത്രങ്ങൾ.
പരിചയമില്ലാത്ത കഥാ പശ്ചാത്തലമാണ് ഈ സിനിമയിലുള്ളത്. കാരണം നമ്മുടെ കുറച്ചുകൂടെ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് നമ്മുടെ കഥാപരിസരങ്ങൾ മാറുകയാണ്. നമ്മൾ എത്രത്തോളം വളരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ ഇനി മലയാള സിനിമ 10-15 കൊല്ലം കൂടെ കഴിയണം. നമ്മൾ 15 കൊല്ലം മുമ്പിലാണ്, പുറകിലല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ സിനിമ എടുക്കാൻ സാധിച്ചു. അതിന് ഒരുപാട് സപ്പോർട്ട് നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുണ്ടായി. മറ്റു ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും ഇങ്ങനെ ഒരു സിനിമയോട് സഹകരിച്ചു. ഇനിയുള്ള സഹകരണം പ്രേക്ഷകൻ്റെയാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. ഈ സിനിമ കാണുന്ന ഒരു പുതിയ കാഴ്ചയാണ് ഈ സിനിമയുടെ ഫോട്ടോഗ്രാഫിയാണ് ശരി, മേക്കിംഗ് ആയാലും ശരി. ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ കണ്ട് ശീലിച്ചില്ലാത്ത നമ്മുടെ ശീലങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സിനിമയാണ് ഈ സിനിമ. വളരെ കൂടുതൽ ആളുകൾ കാണുകയും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്താൽ ഇത് മലയാള സിനിമയുടെ ഒരു മുതൽക്കൂട്ടും ഒരു നാഴികക്കല്ലുമായി മാറും. ഈ സിനിമ മുതൽ ആകും ഇനി സിനിമകൾ. ഇതുപോലെയുള്ള വലിയ സിനിമകൾ മലയാളികൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും എടുക്കാനും സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം തരുന്ന പ്രേക്ഷകനാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഈ സിനിമ എടുക്കുന്നത്. നമ്മളിത് പാൻ ഇന്ത്യൻ സിനിമയല്ല, ഇത് മലയാളികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. മലയാളം കൂടുതൽ സംസാരിക്കുന്ന സിനിമയാണ്. നമ്മുടെ സായിപ്പന്മാരാരും മലയാളം പറയുന്ന സിനിമയല്ലേ ഇത്. സായിപ്പന്മാരൊക്കെ ഇംഗ്ലീഷ് തന്നെയാണ് പറയും. അതുകൊണ്ട് ഇവിടുത്തെ പ്രേക്ഷകന് വേണ്ടി എടുത്ത സിനിമയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ധൈര്യത്തിന് വേണേൽ നമുക്ക് മറ്റുള്ളവരെ കാണിക്കാം. അതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു പാൻ ഇന്ത്യൻ ഉണ്ട്. ഈ സിനിമ പാൻ ഇന്ത്യൻ ആയിട്ട് എടുത്തിട്ടില്ല, പാൻ ഇന്ത്യൻ ആക്കേണ്ടത് പ്രേക്ഷകർ. താങ്ക് യു മമ്മൂക്ക. ഞങ്ങൾ രക്ഷോട്ടെ, എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ചാക്കോച്ച, അപ്പം ദുരൂഹ സാഹചര്യത്തിന്റെ പ്രസ് മീറ്റിൽ പറഞ്ഞായിരുന്നു അതൊരു ചെറിയ പെരുന്നാളാണ്, വലിയ പെരുന്നാൾ മെയ് 1 വരുത്തുന്നുണ്ടെന്ന്. മെയ് 1 അധികം ദിവസങ്ങളില്ല. അപ്പം അതേപോലെ തന്നെ ഇപ്പം ഒരു 2 ലെജൻസിന് മുമ്പിൽ ഒരു ഫ്രെയിമിൽ ആ സ്പേസ് ഷെയർ ചെയ്യാൻ ചെറിയൊരു കാര്യമല്ല. അത് എങ്ങനെ ഉണ്ടായിരുന്നു അവരുമായിട്ടുള്ള ഒരു എന്താ പറയുക, ഇടിച്ചു നിൽക്കാൻ പുറപാട് കേട്ടോ? ഇല്ല, ഞാനൊരു ഓളത്തിലൊക്കെ പോവുമായിരുന്നു. ഇതൊക്കെ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു സ്വപ്ന സഞ്ചാരം എന്നുള്ള രീതിയിൽ കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഓഫ്കോഴ്സ് നമ്മൾ ക്യാമറ ഓണാകുമ്പോൾ നമ്മൾ കഥാപാത്രങ്ങളായിട്ട് മാറുന്നു. എന്നതിനപ്പുറം 2 പ്രതിഭകളുടെ കൂടെ, മഹാപ്രതിഭകളുടെ കൂടെ അവരോടൊപ്പം ഒരു സിനിമ യാത്ര എന്ന് പറയുന്നത് ഏതൊരു അഭിനേതാവും, മലയാളത്തിലുള്ള അഭിനേതാവ് എന്നുള്ള മാത്രമല്ല, ഏതൊരു അഭിനേതാവും കൊതിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഭാഗ്യങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. മമ്മൂക്കയോടും ലാലേട്ടനോടൊപ്പമുള്ള നിമിഷങ്ങൾ, ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളാണ്, പാഠങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള എൻ്റെ അഭിനയ ജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഒരുപാട് ഓർമ്മകളും ഒരുപാട് പാഠങ്ങളും അനുഭവങ്ങളും തരുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ 110% എൻജോയ് ചെയ്തു. ഒരു വ്യക്തി എന്നുള്ള രീതിയിലും, ഒരു അഭിനേതാവ് എന്നുള്ള നിലയിലും, ഒരു ഫാൻ ബോയ് എന്നുള്ള നിലയിലും. മമ്മൂക്കയുടെ വാമ്പയർ വരുമെന്ന് കൂടെ പേടിക്കേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ വരും. ഞെട്ടിക്കൂ. ഹോളിവുഡിലെ ഹ്യൂ ജാക്ക്മാൻ ഞെട്ടിപ്പോണം. പുള്ളി ചേർന്നില്ല. നിങ്ങൾ ഹോളിവുഡ് വരെ പോകണ്ട, നമുക്ക് ഇവിടെ കൊണ്ട് തന്നെ തീർക്കാം. പിന്നെ ദുൽഖർ മമ്മൂക്കനെ പറ്റിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു. മമ്മൂക്കയുടെ പറ്റിച്ചിട്ട് അവിടെ പോകാൻ യോഗയിൽ ഞാൻ പറ്റിക്കും. കഴിഞ്ഞ ഒന്നുമില്ലേ, ഇത്ര കാര്യത്തിലോ ചോദ്യങ്ങളില്ല. ചോദിച്ചെന്ന് പറഞ്ഞ ചോദ്യം കൊണ്ട് തന്നെ അറിയില്ലേ? 1-2 കൂടെ ആവും, അല്ലെങ്കിൽ വെളിപ്പായിക്കോ. ഫാഫ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം അപ്രീഷിയേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ആക്ടറാണ് ഫഹദ് ഫാസിൽ എന്ന ആക്ടറിനെ. ഇന്ത്യ മൊത്തത്തിലുള്ളവര് പുള്ളിയുടെ ആക്ടിങ്ങിനെ പ്രൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മമ്മൂക്ക ആണെങ്കിൽ, എന്റെ അറിവ് ശരിയാണെങ്കിൽ, ഫാഫ കംബാക്ക് നടത്തിയപ്പോൾ, റീഎൻട്രി നടത്തിയപ്പോൾ മമ്മൂക്ക ചാപ്പാക്കുരിശിലെ ഫസ്റ്റ് ഷോട്ട് എന്തോ കണ്ടിട്ട് ആദ്യം പറഞ്ഞ സംഭവം ചെക്കൻ കാലനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ അറിയത്തില്ല. ഓക്കെ, അപ്പം ഫഹദ് ഫാസിലായിട്ട് ഈ സിനിമയിൽ 2 ലെജൻസ് വർക്ക് ചെയ്യുമ്പോൾ
എങ്ങനെ ഭദ്രാശമായിട്ട് നമ്മൾ രണ്ടാമത്തെ സിനിമ മൂന്നാമത്തെ സിനിമ പറ്റി ഓക്കെ, അപ്പൊ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ചാക്കോച്ചനുണ്ട്, വളരെ മര്യാദക്കാരാ, കുഴപ്പമൊന്നുമില്ല. നമ്മളെ കണ്ടും നമ്മൾ കണ്ടും വളർന്നതല്ലേ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിടിച്ച് നിർത്താവുന്നവരേ ഉള്ളൂ. നമ്മൾ കൈവിട്ട് പോകൂല അവര്. മമ്മൂക്ക ഒരു ചോദ്യം ഇവിടെ. മമ്മൂക്ക പറഞ്ഞത്, അതായത് അഭിമുഖങ്ങൾ കേട്ടിട്ടുണ്ട് ഇവിടെ, കേട്ടിട്ടുണ്ട്. അതായത് എനിക്ക് ഇനിയും അഭിനയിച്ച് കൊതി മാറിയിട്ടില്ല, അഭിനയിച്ച് നിങ്ങളാണ് എന്നെ എക്സ്പ്ലോർ ചെയ്യേണ്ടത്, ഒരുപാട് ഇനിയും കഥാപാത്രങ്ങൾ ചെയ്യാനുണ്ട്. സിനിമ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നതാണോ നിങ്ങൾ രണ്ടുപേരെ വെച്ചൊരു സിനിമ ചെയ്യണം? ഒരു എന്താ പറയുക, ഒരുപാട് സിനിമ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക അല്ല മോഹൻലാൽ എന്നൊരു ഇത് മിത്തുണ്ട്. അപ്പം ഇനിയും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കഥാപാത്രം ഉണ്ടോ എന്ന് സംശയമാണ്. മമ്മൂക്ക എത്രത്തോളം? എനിക്ക് സംശയമൊന്നുമില്ല, ഉണ്ട്. എനിക്കല്ല ഞാനിന്ന് ഇപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരവൊന്നുമല്ല. ഞാനിന്നൊരു യൂത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുടെ സക്സസ് മീറ്റ് കണ്ടു. ഒരുപാട് പിള്ളേർ സംസാരിച്ചു. അതിലൊരാൾ വന്ന് സംസാരിക്കുമ്പോൾ അവന് സന്തോഷവും വരുന്നു, സങ്കടവും വരുന്നു. ഞാൻ സിനിമയിൽ നന്നാവില്ല, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടൂല, എൻ്റെ അച്ഛൻ നീ എന്തിനാണ് വെറുതെ പോകുന്നത്, നിന്നെ കളിയാക്കാനാണ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇയാൾക്ക് സിനിമയിൽ ചാൻസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര ഇമോഷണലായി പോകുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു മൊമെൻ്റേ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സിനിമ വന്നതിന് ശേഷം സിനിമയിലുണ്ടെന്നറിയുന്ന കാലത്ത് സിനിമ അഭിനയം തുടങ്ങിയവർ. ആ എക്സൈറ്റ്മെൻറ്റ്, ആ ആർത്തി, ആ ആഗ്രഹം, ആ ചെറുക്കനോട് എത്രത്തോളം ആഗ്രഹമുണ്ടോ അതിപ്പോഴും എനിക്കുണ്ട്.